السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരിക്കൽ ഏതാണ് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഉത്തരമായി പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഈമാൻ, അതാണ് എല്ലാ ഖൈറുകളുടെയും അടിത്തറ എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് ഇല്ലാതെയായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും, അവൻ ചെയ്യുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. നന്മകൾ സ്വീകരിക്കപ്പെടണമോ ഒന്നാമത്തെ നിബന്ധന ഈമാൻ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങേക്ക് മുൻപുള്ള നബിമാർക്കുമെല്ലാം വഹി നൽകപ്പെട്ട കാര്യമാണ്. ലൈൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകുന്നതാണ്. ആരോടാണ് ഈ പറയുന്നത്? നബിമാരോടാണ് ഈ പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, നബിമാർ ഭൂമിയിൽ ഏറ്റവും അധികം സൽക്കർമ്മം ചെയ്തവരാണ്. അവരുടെ പക്കലാണ് ശിർക്ക് സംഭവിക്കുന്നത് എങ്കിൽ, അവരിൽ നിന്നാണ് ഈമാൻ ഇല്ലാതെയായി പോകുന്നത് എങ്കിൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല. ധാരാളക്കണക്കിന് നബിമാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം, അവരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം സമാനമായ ആയത്ത് വിശുദ്ധ ഖുർആനിൽ വേറെയും കാണാം. അള്ളാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം നിഷ്ഫലമായി പോകുമായിരുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കുഫാറുകളെ കുറിച്ച്, ഈമാൻ സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ച് അല്ലാഹു പറയാൻ, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. അവരുടെ സൽക്കർമ്മങ്ങൾ, അവരുടെ സ്വതക്കകൾ, അവരുടെ ദാനധർമ്മങ്ങൾ, നോക്കൂ, പാവപ്പെട്ടവർക്ക് അവർ ഭക്ഷണം കൊടുത്തു എന്നത്, ദരിദ്രരെ അവർ സഹായിച്ചു എന്നത്, അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു എന്നത്, മാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരുടെ ആ ദാനധർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം, ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചു എന്നതാണ്. നോക്കൂ, കുഫർ, അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോയത്. സൽക്കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ ഇല്ലേ സ്വീകരിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, ഇത്ര ഗൗരവമുള്ള കാര്യമാണത്. സൂറത്തു മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ് ഫഅഹ്ബത അഅമാലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീനിൽ ചിലത് അവർ വെറുത്തു കളഞ്ഞു. മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ അവരുടെ പ്രശ്നം? അവർ വിശ്വസിച്ചില്ല, അവർക്ക് ഈമാൻ ശരിയായിട്ടില്ല. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നിഷ്ഫലമാക്കി കളഞ്ഞു. അപ്പോൾ കുഫർ സൽക്കർമ്മങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി കളയും. ഈമാനാകട്ടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധനയാണ്. അതില്ലേ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്
നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നു എന്നതിലല്ല നന്മയുള്ളത്, അതല്ല സൽക്കർമ്മം എന്ന് പറയുന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, മൻ ആമന ബില്ലാഹി വ മലായികതി വ കുതുബി വ റസുലിഹി വൽ യൗമിൽ ആഖിർ. ഈമാൻ എന്നാൽ, സൽക്കർമ്മം എന്നാൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക. ഇതാണ് സഹോദരങ്ങളെ, നമ്മുടെ പക്കൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടിത്തറ ഈ ഈമാനാണ്, അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. അത് തകർന്നു പോയാൽ ബാക്കിയെല്ലാം തകരുന്നതാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, എപ്പോഴും ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. ശരി, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിക്കാറുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകങ്ങളിൽ ഈമാൻ എന്നതിന് അർത്ഥമായി പറയാറുള്ളത് വിശ്വാസം എന്നാണ്. പല ആളുകളും ഈമാൻ എന്നതുകൊണ്ട് ആകെ ധരിക്കുന്നത് അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിശ്വാസം മാത്രമാണ് എന്നാണ്. അല്ല, നിങ്ങൾക്കറിയാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അവരുടെ വിശ്വാസം ഈമാൻ എന്നാൽ അൽ ഈമാനു ഖൗലുൻ വഅ്തിഖാദുൻ വഅമൽ. ഈമാൻ എന്നാൽ നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കലും, വഅ്തിഖാദുൻ അത് വിശ്വസിക്കലും, വഅമൽ അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ്. ഇതാണ് ഈമാൻ. നിനക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എന്ന് നീ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഈമാനു ഖൗലുൻ വഅ്തിഖാദുൻ വഅമൽ. ഈമാൻ വാക്ക് ഈമാനിൻ്റെ ഭാഗമാണ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഈമാനിൻ്റെ ഭാഗമാണ്, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈമാനിൻ്റെ അളവുകോലാണ് നമ്മുടെ നാവിലുള്ള വാക്കുകളും നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും. അത് ശരിയാകുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. അതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ടാണ് അൽ ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞു, ലൈസൽ ഈമാനു ബിത്തമന്നി വല ബിത്തഹല്ലി. ഈമാൻ എന്നാൽ കേവലം പകൽക്കിനാവുകൾ കാണലല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇത്ര ചെയ്യും, അത്ര ചെയ്യും, ഇത്ര ചെയ്യും. ലൈസൽ ഈമാൻ ബിത്തമന്നി വല ബിത്തഹല്ലി. ഈമാൻ എന്നാൽ പുറമേക്കുള്ള പ്രകടനങ്ങളോ ഒരാളുടെ ആഗ്രഹങ്ങളോ ഒന്നുമല്ല. ഈമാൻ എന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസവും വസദ്ദഖഹുൽ അമൽ, അതിനെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനവും ഉണ്ടാകണം. രണ്ടും ഉണ്ടാകണം. സഹോദരങ്ങളെ, നമ്മൾ പലരും ഈമാൻ ഉണ്ട് എന്ന് പറയുന്നവരാണ്. അതെ, അൽഹംദുലില്ലാ, നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ആ ഈമാൻ, അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന പരിശോധന നിരന്തരമായി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ പരിശോധന നമുക്കില്ലാതെയായി പോയാൽ നമ്മുടെ ഈമാൻ സത്യസന്ധമാണോ എന്ന പരിശോധന നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ നയിക്കുക. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70-ൽ പരം ശാഖകളുണ്ട്. അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഒരാളുടെ ഈമാനിൻ്റെ പരിശോധന ആരംഭിക്കേണ്ടത് അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പരിശോധിച്ചുകൊണ്ടാണ്, അവൻ്റെ തൗഹീദ് പരിശോധിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അവൻ്റെ ഈ ബാധ്യത, തൗഹീദ് എന്ന പദം, ഒന്നാമത്തെ കാര്യം അതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ തൗഹീദ് നാം പരിശോധിക്കേണ്ടതും. തൗഹീദ് സഹോദരങ്ങളെ നിരന്തരമായി നാം പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം ശരിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ പഠിക്കേണ്ട മറ്റൊരു വിജ്ഞാനമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ പഠിക്കാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം
എന്ന് ആരോടാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. അത് പറയുന്നതാകട്ടെ ഏത് ഘട്ടത്തിലാണ് ആലോചിക്കണം. അത് പറയുന്നത് എപ്പോഴാണ്? മദീനയിലാണ്. സൂറത്ത് മുഹമ്മദ് മദനിയായ സൂറത്താണ്. അത് മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്താണ്. 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ക്ഷണിക്കുകയും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അമ്മാറും യാസിറും സുമയ്യയും മർദ്ദിക്കപ്പെടുകയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയുടെ തെരുവോരങ്ങളിൽ കുട്ടികളുടെ കൈകളിലെ കല്ലേറുകൾ കൊണ്ട് വലിച്ചഴക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം 13 വർഷക്കാലത്തെ കഠിനമായ പ്രബോധനത്തിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറയാമെങ്കിൽ 13 കൊല്ലം കഴിഞ്ഞിട്ട് നബിയെ അങ്ങ് ഇത് പഠിക്കണമെന്ന് അവിടുത്തോട് പറയാമെങ്കിൽ നിന്നോടും എന്തുകൊണ്ട് പറയാവുന്നതാണ്? നമ്മളോട് ഇത് എന്തുകൊണ്ട് പറയാവുന്നതാണ്? ആളുകൾ ഇത് പഠിക്കാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിലർ വിചാരിക്കും ഇത് എപ്പം നോക്കിയാൽ തന്നെയാണ് ഈ പറയുന്നത്. എത്ര തവണയാണ് ഇത് പറയുന്നത്? നമ്മൾ എത്രയാണ് തൗഹീദ് പഠിക്കുന്നത്? എന്നിട്ടാണോ പിന്നെയും പറയുന്നത്? ഞാൻ എത്ര തവണ കിതാബ് തൗഹീദ് കേട്ടിട്ടുണ്ട് എന്നറിയുമോ എന്നായിരിക്കും ചില ആളുകൾ ചിന്തിക്കാം. സഹോദര, തൗഹീദ് എന്ന വിജ്ഞാനം മരിക്കുന്നതുവരെ നീ പഠിച്ചാലും അവസാനിക്കാത്ത ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള അവകാശം എന്താണ്? ആരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല? അള്ളാഹുവിനെ നീ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അവനോടുള്ള കടമകൾ നീ എങ്ങനെ നിറവേറ്റണം എന്നത് എത്ര നീ പഠിച്ചാലും അവസാനിക്കാത്ത വിജ്ഞാനം. അതുകൊണ്ടാണ് നോക്കൂ, തൗഹീദിൻ്റെ വിഷയത്തിലുള്ള പല ഹദീസുകളും ഉദ്ധരിച്ചത് സഹാബികളിലെ പണ്ഡിതന്മാരാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തൗഹീദുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ സഹാബികളിലെ പണ്ഡിതന്മാരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അബൂദർ അൽ ഗിഫാരി, മുആദ് ഇബ്നു ജബൽ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, സഹാബികളിലെ ഉലമാക്കൾ അവരുടെ അടുത്ത് നിന്നാണ് പലപ്പോഴും തൗഹീദിൻ്റെ ഹദീസുകൾ വന്നിട്ടുള്ളത്. കാരണം അവർ വിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഇത് കണ്ടിരുന്നു. നിങ്ങൾ പ്രസിദ്ധമായ ഹദീസാണ് മുആദ് ഇബ്നു ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിനോടുള്ള ബാധ്യത, മനുഷ്യർക്കുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു നിനക്കറിയാം, അഫ്ഖഹു സഹാബ, സഹാബികളിൽ ഇത്രയും അവഗാഹം ഉണ്ടായിരുന്ന ഒരാളില്ലായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാരിൽ ഗണിച്ചിരുന്ന ആളാണ്. മുആദ് ഇബ്നു ജബലിനോടാണ് ഇത് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദു വലാ യുശ്രികു ബിഹി ഷൈഅൻ. അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം അവനെ മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്. വലാ യുശ്രികു ബിഹി ഷൈഅൻ, അവനിലൊന്നിനെ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ആരോടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സഹാബികളിലെ പണ്ഡിതന്മാരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നത് ചിലപ്പോഴെങ്കിലും ആവർത്തന വിരസതയാണ് ഉണ്ടാക്കുന്നത്. ഈ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇത് എത്ര കാലമായി പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതേ കാര്യമാണ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? മുആദിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ വാക്ക് പോലും നമ്മളിൽ ചിലർക്കെങ്കിലും ആവർത്തിച്ച് കേട്ടത് കാരണത്താൽ ചിലർക്കെങ്കിലും അത് അലോസരം ഉണ്ടാക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പണ്ഡിതനായ ഒരു സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇതാണ് മുആദ് ഏറ്റവും വലിയ ബാധ്യത. ഒരിക്കൽ ഇത്ബാൻ ഇബ്നു മാലിക്, അദ്ദേഹമാണെന്നുണ്ട് ഓർമ്മ, സഹാബികളിൽപ്പെട്ട ബദ്രീകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തയാൾ. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇരിക്കുന്നൊരു സദസ്സിൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ബൈഅത്ത് ചെയ്യുന്നില്ലേ? ബദ്രിൽ പങ്കെടുത്ത സഹാബി അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഖദ് ബായഅനാക്, നബിയെ ഞങ്ങൾ ബൈഅത്ത് ചെയ്ത ആളുകളാണ്. അവിടുന്ന് വീണ്ടും ചോദിച്ചു, 3 തവണ അവിടുന്ന് ഈ ചോദ്യം ആവർത്തിച്ചു. അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ബൈഅത്ത് ചെയ്യുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അലാമ നുബായിഉക യാ റസൂലല്ലാഹ്, എന്ത് കാര്യത്തിലാണ് നബിയെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബായിഉകും
അലാ അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികു ബിഹി ഷൈഅ. ബദ്റിൽ പങ്കെടുത്ത സഹാബിക്ക് ബൈഅത്ത് ആരംഭിക്കുന്നത് തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ മാത്രമല്ലാതെ ഇബാദത്ത് ചെയ്യരുത്, അവൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. തൗഹീദ് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ എപ്പോഴും ആവശ്യമാണ്. പലപ്പോഴും തൗഹീദ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളിൽ തന്നെ ചിലരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോൾ ചെന്നുപോയ വഴികളെക്കുറിച്ച് നമ്മളോട് പിന്നീട് പറയും. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പ്രയാസം, വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, എനിക്ക് വേറെ പ്രയാസം ഉണ്ടായി, ഞാൻ അവിടെ പോയി ഇവിടെ പോയി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ കാര്യം ഓർമ്മ വരും. എത്രമാത്രം തൗഹീദ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതാണ് എന്ന കാര്യം, എത്രമാത്രം ഈ വിഷയം വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടതാണ് എന്ന കാര്യം ഇതൊരിക്കലും നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യം. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ എന്നാൽ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. ശരി, നമ്മൾ നമ്മുടെ തൗഹീദ് പരിശോധിക്കുക. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണല്ലോ തൗഹീദ് എന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വയം പരിശോധിക്കാം, അള്ളാഹുവിനോടുള്ള ആ ബാധ്യതയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളത് നിറവേറ്റുന്നതിൽ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്? അള്ളാഹുവിൻ്റെ ഹക്ക്, അവന് മാത്രം നൽകപ്പെടേണ്ട ഇബാദത്തുകൾ, അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ തൗഹീദ് തിരിച്ചറിയാനുള്ള വഴികളാണത്. അള്ളാഹു അല്ലാത്ത ഒരാളോട് മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ശിർക്കിൽ വീണുപോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു ഉറുക്ക് ധരിച്ചതായി കാണുമ്പോൾ, ഒരു ഏലസ് ധരിച്ചതായി കാണുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്? തൗഹീദിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു അല്ലാത്ത ഒരാൾ, അള്ളാഹുവിന് പുറമെ ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ടോ? തൗഹീദ് ഉണ്ടോ എന്നുള്ള പരിശോധനയുടെ ഭാഗമാണ്. ഒരുത്തന് ആത്മാർത്ഥമായി വേദനിക്കുന്നുണ്ട് എങ്കിൽ, അവന് ദുഃഖമുണ്ടാകുന്നുണ്ട് എങ്കിൽ, അവൻ്റെ തൗഹീദ് അവൻ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. പലപ്പോഴും ഷിർക്ക് ഖുറാഫാത്തുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇത് ശീലമായി പോകുക എന്നുള്ളതാണ്. ഇതൊരു നിസ്സാരമായ കാര്യമായി തോന്നുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നുവരെ കള്ളു കുടിക്കാത്ത ഒരുത്തൻ അവൻ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് താമസം മാറി വല്ല കോളേജിൽ പഠിക്കാൻ പോയി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവൻ്റെ ഒപ്പമുള്ള കൂട്ടുകാർ കള്ളു കുടിക്കുന്നത് കണ്ടാൽ ആദ്യത്തെ ദിവസം അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വളരെ ശക്തമായിരിക്കും. ചിലപ്പോൾ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും, ചിലപ്പോൾ അവരോട് ബന്ധം വിച്ഛേദിക്കും. ഒരു മാസം കഴിഞ്ഞാലോ, ഒരു വർഷം കഴിഞ്ഞാലോ, പണ്ടൊരിക്കൽ മദ്യത്തിൻ്റെ ഒരു തുള്ളി ശരീരത്തിൽ എവിടെയെങ്കിലും ആയി എന്ന് തോന്നിയാൽ വസ്ത്രം മുഴുവൻ കഴുകി വൃത്തിയാക്കുമായിരുന്ന അയാൾക്ക് ചിലപ്പോൾ മദ്യം കാണുന്നതേ ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ടാവും. അവൻ ചിലപ്പോൾ കുടിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവന് മദ്യത്തോടുള്ള പ്രശ്നം മനസ്സിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടായിരിക്കും. ഹറാമുകൾ ആവർത്തിച്ച് കാണുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കുന്നതാണ്. ഇതേ കാര്യം പലപ്പോഴും ഷിർക്ക് പരമായ കാര്യങ്ങളോട് അതിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറിപ്പെട്ടെന്ന് ശ്രദ്ധിക്കണം. അള്ളാഹുവിന് പുറമെ ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തൗഹീദ് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കണ്ടാൽ, ഒരാൾ ഷിർക്കിൽ അകപ്പെടുന്നത് കണ്ടാൽ അതൊരു വേദന ഉണ്ടാക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് അതിൻ്റെ സത്യസന്ധതയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. സഹാബികൾ അവർ പറഞ്ഞതായി കാണാം, ഇന്നാ ലനക്രിഷു ഫീ വുജൂഹിഹിം, ഞങ്ങൾ മുശ്രിക്കീങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഷിർക്കിൽ അകപ്പെട്ട ആളുകൾ അവരെ കാണുമ്പോൾ ഞങ്ങൾ അവരോട് പുറമേക്ക് ചിരിച്ചു കാണിക്കുമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട്, വേദന കൊണ്ട് നിറയുന്ന അവസ്ഥയിൽ.
അവർക്ക് തിരിച്ചറിയുമായിരുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ ശിർക്കിലായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ കാലാകാലം നരകത്തിലാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു നോക്കൂ. അബൂ താലിബിൻ്റെ അടുത്ത് മരണവേളയിൽ അവിടുന്ന് പോയത് നിങ്ങൾക്കറിയാം. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. എൻ്റെ പൊന്നളാപ്പ, നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കാം, വാദിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കൂ, തൗഹീദിനു വേണ്ടിയുള്ള വേദനിക്കുന്ന മനസ്സിൻ്റെ അടയാളമാണ്. ഒരു ജൂതനായ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്നൊരു കുട്ടിയാണ്. അവൻ അസുഖമായപ്പോൾ അവിടുന്ന് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഈ ജൂതക്കുട്ടി അവൻ തൻ്റെ വാപ്പയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി സമ്മതത്തിന് വേണ്ടി ചോദിക്കുന്നത് പോലെ. അയാൾ പറഞ്ഞു, അത്തി അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിനെ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞു. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് കാത്ത അള്ളാഹുവിന് സർവസ്തുതി. സഹോദരങ്ങളെ, തൗഹീദിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അതിന് വിരുദ്ധമായത് കാണുമ്പോൾ ദുഃഖമുണ്ടാവാനാണ്, വേദന ഉണ്ടാകാനാണ്, മനസ്സ് വേദനിക്കാനാണ്. അത് നമുക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് നമ്മൾ പരിശോധിക്കണം. തൗഹീദിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യന് നിർഭയത്വം ഉണ്ടാകുക എന്നത്. നിൻ്റെ തൗഹീദ് പരിശോധിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, തൗഹീദ് നിനക്ക് നിർഭയത്വം നൽകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ശിർക്കാകുന്ന ദുൽമ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. നിനക്ക് തൗഹീദുണ്ടോ? നിനക്ക് നിർഭയത്വം ഉണ്ടായിരിക്കും. നീ അള്ളാഹുവിനെ യഥാരൂപത്തിൽ വിശ്വസിക്കുന്നവനാണ്, നിനക്ക് നിർഭയത്വമുണ്ട്. നീ ഇങ്ങനെ പേടിച്ചു പറിച്ച് ജീവിക്കുന്നവനായിരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുന്നതിൻ്റെ അടയാളമാണ് അവന്. അവരുടെ മുഅ്മിൻ എന്നുള്ള പേര് തന്നെ അതുമായി ബന്ധപ്പെട്ടതാണ്. അംന് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതിൻ്റെ അസല് ശരിക്കും അതിൽ നിന്നാണ്. അംന്, നിർഭയത്വം. മുഅ്മിൻ അവൻ നിർഭയത്വമുള്ളവനായിരിക്കും. തൗഹീദ് സഹോദരങ്ങളെ ഹൃദയത്തിൽ നിർഭയത്വം നൽകുന്നത്, നീ അള്ളാഹുൽ വിശ്വസിക്കുന്ന റബ്ബ് വിചാരിച്ചതിനപ്പുറത്തൊരു കാര്യം നടക്കുകയില്ല എന്ന് നിനക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അഹ്സാബ് യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ല മനുഷ്യർ അലം തറ ഇലല്ലദീന ഖീല ലഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്സാബ് യുദ്ധത്തിലെ സഹാബികളുടെ ചരിത്രം വിവരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. സഹാബികളിൽ അവരിൽ ചിലരോട് അഹ്സാബ് യുദ്ധം നിങ്ങൾക്കറിയാം. അഹ്സാബ് യുദ്ധത്തിൻ്റെ വേള എന്ന് പറയുന്നത് അങ്ങേയറ്റം പേടിയുണ്ടാക്കിയ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി കിടങ്ങുകുഴിച്ചു. കടുത്ത പട്ടിണിയുള്ള ഒരു കാലഘട്ടത്തിലും കടുത്ത ശൈത്യ കാലഘട്ടത്തിലുമാണ് അത് സംഭവിച്ചത്. മുശ്രിക്കുകളാകട്ടെ 10,000 വരെ, ഇന്നുവരെ അവർ അത്രയും വലിയ സൈന്യത്തെ കൊണ്ടുവന്നിട്ടില്ല. 10,000 വരുന്ന സൈന്യത്തെ കൊണ്ടുവന്നു. കിടങ്ങിനപ്പുറത്ത് അവരുണ്ട്. ഇവർ ഉറക്കം വരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കിടങ്ങിനിപ്പുറത്തേക്ക് ഇവർ കടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പ്രതിരോധത്തിലാണ്. അതിനൊക്കെ പുറമെ മദീനക്കുള്ളിലുണ്ടായിരുന്ന യഹൂദർ അവരുടെ കോട്ടയുണ്ടായിരുന്ന അവരുടെ കോട്ട മുശ്രിക്കുകൾക്ക് തുറന്നു കൊടുക്കാമെന്ന വാക്ക് കൊടുക്കുകയും ചെയ്തു. പുറത്തു ശത്രുക്കളുണ്ട്, ഉള്ളിൽ ശത്രുക്കളുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റില്ല, കാരണം മുശ്രിക്കുകൾ മുന്നിലുണ്ട്. അതോടൊപ്പം മദീനയുടെ ഉൾഭാഗവും സുരക്ഷിതമല്ല, കാരണം ജൂതന്മാരുണ്ട്. മുസ്ലിങ്ങളുടെ സ്ത്രീകൾ മുഴുവനും കുട്ടികൾ മുഴുവനും അവരുടെ വീടുകളിൽ വേറെ ആരുമില്ല. പുരുഷന്മാരെല്ലാം കിടങ്ങിന് മുൻപിലാണ്. അവരെല്ലായിടത്തുനിന്നും വലയം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് അഹ്സാബ് നടക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവരോട് ചിലർ വന്നു പറഞ്ഞു, മുനാഫിഖീങ്ങളിൽ ചിലർ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അവരെന്ത് ചെയ്തു? സ്വഹാബികൾ എന്താ ചെയ്ത്? അവർ ഫസാദഹും ഈമാന, അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, അവർ പറഞ്ഞു, ഇതാണ് അല്ലാഹു റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം, ഈമാൻ ഉണ്ടെങ്കിൽ പരീക്ഷണം ഉണ്ടാകുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആ വാഗ്ദാനമാണ്. സുബ്ഹാൻ അല്ലാഹ്, ഖൈബർ യുദ്ധത്തിൻ്റെ, ഖന്തഖ് യുദ്ധത്തിൻ്റെ, അഹ്സാബ് യുദ്ധത്തിൻ്റെ ഈ സന്ദർഭത്തിലാണ്, കിടങ്ങു കുഴിക്കുന്ന സന്ദർഭത്തിൽ പട്ടിണിയിൽ കിടങ്ങു കുഴിക്കുകയാണ്. പട്ടിണി, അങ്ങേയറ്റം പട്ടിണിയുണ്ട്. അനസ് ഇബ്നു മാലിക് പറയാണ്, ആ സന്ദർഭത്തിൽ ഭക്ഷണം ചീഞ്ഞത് കാരണത്താൽ വായിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല, മോശം മണമുള്ളത് കാരണത്താൽ അത് മൂക്കിൻ്റെ അടുത്തേക്ക് പോലും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. അങ്ങനെ പട്ടിണി കാരണത്താൽ സ്വഹാബികളിൽ ചിലർ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. കിടങ്ങു കുഴിക്കുന്ന വേളയിൽ ഒരു കല്ല് പൊട്ടിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് മൺവെട്ടിയെടുത്ത് ആ പാറയുടെ മുകളിൽ ആഞ്ഞുവെട്ടി തീപ്പൊരി പാറിയത്. അവിടുന്ന് പറഞ്ഞു, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മശ്രിഖും മഗ്രിബും കാണിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ഉമ്മത്തിൻ്റെ അധികാരം കിഴക്കും പടിഞ്ഞാറും എത്തുന്നതാണ്. അവിടുന്ന് അത് പറയുന്ന സമയത്ത് വിശപ്പ് കാരണത്താൽ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. സഹാബികൾ അതേ അവസ്ഥയിലാണ്. കിടങ്ങു കുഴിക്കുന്നതാകട്ടെ ആർക്കുമെതിരെ ആണ്? മുശ്രിക്കുകൾക്കെതിരെ, അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് അവരുടെ വിശ്വാസം നോക്കൂ നിങ്ങൾ. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണെങ്കിൽ ഇത് സംഭവിച്ചിരിക്കും. അവരാരും പറഞ്ഞില്ല ഏത് സന്ദർഭത്തിലാണ് ഈ പറയുന്നത്. ഈ പട്ടിണി കിടക്കുന്ന സമയത്താണോ കിഴക്കും പടിഞ്ഞാറും പറയുന്നത്? മദീനയുടെ ഉള്ളിൽ തന്നെ സുരക്ഷയില്ല. എന്നാൽ മുനാഫിഖീങ്ങൾ അവർ പറഞ്ഞു, ഇത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അല്ലാഹും അവൻ്റെ റസൂലും വാഗ്ദാനം നൽകിയതൊക്കെ വഞ്ചനയായിരുന്നു. ഖുർആൻ അല്ലാഹു അവരെ കുറിച്ചാണ് പറഞ്ഞത്, വലൗ ദുഖിലു അലൈഹിം മിൻ അഖ്താരിഹാ സുമ്മ സുഇലുൽ ഫിത്നത ലഅതൗഹാ വമാ തലബ്ബസു ബിഹാ ഇല്ലാ ഖലീല. അവർ മദീനയിലെങ്ങാനും മുശ്രിക്കുകൾ പ്രവേശിക്കുകയും അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന് അവരോട് പറയുകയും ചെയ്തിരുന്നെങ്കിൽ കുറഞ്ഞ സമയമല്ലാതെ അവർ പിടിച്ചു നിൽക്കുമായിരുന്നില്ല. അത്തരമൊരു പരീക്ഷണത്തിന് മുൻപിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ അവസ്ഥ പരിശോധിക്കണം. നമ്മുടെ തൗഹീദിൻ്റെ കാര്യം എന്താണ്? പ്രതിസന്ധികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ, പ്രയാസമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചില ആളുകൾ ആകെ പേടിച്ചു വറക്കാണ്. അവരാകെ ഭയപ്പാടിലാണ്. അതുകൊണ്ട് നമ്മളെ പുറത്താക്കും, ഈ നാട്ടിൽ നിന്ന് നമ്മളെ കൊണ്ട് ജയിലിലിടും. ആളുകൾ ചിലർക്ക് പേടി താങ്ങാൻ പറ്റുന്നില്ല, വറക്കാണ് ചില ആളുകൾ. അവൻ്റെ എല്ലാ സമാധാനവും അവസാനിച്ചിരിക്കുന്നു. ആകാശഭൂമികളെ പടച്ച റബ്ബാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ചിന്ത ചിലപ്പോഴെല്ലാം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവാണ്. ധൈര്യത്തിൽ നിൽക്കുക, എന്തായാലും മരിക്കാനുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. മറിച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ചറിവുണ്ട്, അള്ളാഹു തീരുമാനിച്ചതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല. ലോകത്തുള്ള സർവ്വ ഭരണാധികാരികളും ഒത്താലും, എല്ലാ പടയാളികളും ഒരുമിച്ചാലും, എല്ലാ സൈന്യവും ഒരാളുടെ കൈപ്പക്കൽ ഉണ്ടായാലും അള്ളാഹു തീരുമാനിച്ചതിനപ്പുറത്ത് ഒരു പുൽക്കടി പോലും അനങ്ങുന്നതല്ല. അതാണ് വിശ്വാസമുണ്ടായിരിക്കണം. തൗഹീദുള്ള ആളുകൾ അവർക്ക് അവരുടെ ധൈര്യം പുറത്തു കാണേണ്ട സമയമാണിത്. അവരുടെ ഈമാൻ പ്രകടമാകേണ്ട സമയമാണിത്. അവരുടെ വിശ്വാസം ശക്തമാകേണ്ട സമയമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ആളുകൾക്ക് ഇങ്ങനെയാണ്, ഒരു പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പേടിച്ചാളയും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതമാണ് അവരുടെ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. കുട്ടികൾക്ക് അസുഖം ഉണ്ടായാൽ, ഭാര്യയ്ക്ക് സുഖമില്ലാതായാൽ, വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ അവൻ്റെ തൗഹീദ് അതിൽ ചാഞ്ചാട്ടം സംഭവിക്കുകയാണ്.
അടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പറയും, കുട്ടിക്ക് അപ്പം നോക്കിയാൽ അസുഖം തന്നെ അല്ലേ, നമ്മളൊരു തങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, അവിടെ പോയാൽ എല്ലാം മാറും. അപ്പോൾ അവൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം വരികയാണ്. എത്ര ആളുകളാണെന്നറിയും ഇതിന്മേൽ വീഴാന്നറിയും, എത്ര ആളുകൾ അതിന്മേൽ പോയിട്ട് ചാടും. കുറേ ഡോക്ടറെ കാണിച്ചു, കുറേ അവിടെ പോയി കാണിച്ചു, ഇവിടെ പോയി കാണിച്ചു, മാറുന്നില്ല. അപ്പോൾ ആളുകൾ അപ്പുറത്തുനിന്ന് ആരെങ്കിലും പറയാണ്, എടാ എനിക്ക് എന്തോ സിഹർ ചെയ്തിരിക്കണം, എന്നെ ആരോ എന്തോ കണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പേടിക്കാണ്. ഒരാൾ സിഹർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ, നിന്നെ കണ്ണെറിഞ്ഞു എന്ന് തന്നെ വിചാരിക്കട്ടെ, അള്ളാഹു വിധിച്ചതാണ്, അത് എന്തിനു സംഭവിക്കാൻ പോകുന്നതാണ്. നീ പേടിച്ചത് കൊണ്ട് അതിൽ വല്ല മാറ്റം ഉണ്ടാവോ? അതിന് പരിഹാരമായി നീ ചെയ്യേണ്ടതെന്ന് അള്ളാഹുലേക്ക് തിരിയാന്നുള്ളതല്ലാതെ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ടുവരുന്ന പ്രയാസങ്ങളിലൊന്നാണ് തൗഹീദുള്ള ആളുകൾ അവരുടെ തൗഹീദ് ഇളകാന്നുള്ളത്. ആളുകൾ അപ്പുറത്തേക്ക് പോവുക, അപ്പുറത്ത് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. എങ്ങോട്ടേക്ക് പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിധിച്ചതിനപ്പുറത്ത് സംഭവിക്കുന്നതല്ല. നീ എന്തേ ചെയ്യേണ്ടതുള്ളൂ? അള്ളാഹു കൽപ്പിച്ച കാര്യം നീ ചെയ്യുക. നിന്റെ നിസ്കാരം നീ നന്നാക്കുക, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ സ്ഥിരമാക്കുക, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക, അള്ളാഹുവിനോട് രാത്രികളിൽ ദുആ ചെയ്യുക. എൻ്റെ പ്രയാസം അള്ളാഹ് നീക്കി തരുന്നതാണ്. വേറെ ചില ആളുകൾ അവിടെ മന്ത്രിക്കാൻ ആളുണ്ട്, ഇവിടെ മന്ത്രിക്കാൻ ആളുണ്ട്, ഇപ്പുറത്തെ ആളുകളുണ്ട്. ഇങ്ങനെ അതിൻ്റെ പിറകിൽ പോവാം. നോക്കൂ സഹോദര, ഒരാളുടെ തൗഹീദിൻ്റെ മേന്മയിൽപ്പെടും. കിതാബ് തൗഹീദിൽ എന്താ പഠിക്കുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന 70,000 ആളുകളിൽ അവരുടെ വിശേഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ വേറുള്ള ആളുകളോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരാണ് എന്നാണ്. എത്രയോ ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർക്ക് മന്ത്രിക്കാൻ വിടുകയാണ്. പലപ്പോഴും പ്രശ്നം എന്താണ്? ഞാൻ ഒരിക്കലൊരാൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്താ നിങ്ങളെ പ്രശ്നം? എനിക്ക് നിസ്കരിക്കാൻ ജമാഅത്തിന് എത്താൻ പറ്റില്ല. നിങ്ങൾ പരിഹരിക്കണം, നിങ്ങൾ ഫസ്റ്റ് തക്ബീറിനവിടെ എത്തണം, നിങ്ങൾ അതിൽ പിടിച്ചു വെക്കുന്നുണ്ടോ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ദേഷ്യം എല്ലാവർക്കും വരുന്നതല്ലേ? ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ആളുകൾക്ക് എന്ത് ചെറിയ പ്രശ്നം കാണുമ്പോഴേക്കും ഇതൊക്കെ സിഹറാണ്, അത് കണ്ണേറാണ്, ഇങ്ങനെ ചിന്തിക്കുക എന്നത് ഒരിക്കലും തൗഹീദുള്ള ആളുകളുടെ അടയാളത്തിൽപ്പെട്ടതല്ല. തൗഹീദ് നിനക്ക് നിർഭയത്വം നൽകേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കാണുന്നൊരു പ്രശ്നം ഇതാണ്. വേറെ ചില ആളുകൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് വേറെ ആൾ മുന്നിൽ പോയിരിക്കുക, എന്നിട്ട് എനിക്കൊന്ന് ഖുർആൻ ഓദിക്കുക, എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ജിന്നിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയട്ടെ. എന്തിനാ നീ നിൻ്റെ ജീവിതത്തിലെ ദീനിൻ്റെ ആഫിയത്ത് നീ ഇല്ലാതെയാക്കുന്നത്? ഇത് നീ ഇങ്ങനെ പരീക്ഷണത്തിന് പോയി നിൽക്കുന്നത്? നിനക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ? നിനക്ക് മന്ത്രിക്കാൻ അറിയില്ലേ? ആയത്തുൽ കുർസി അറിയില്ലേ? നിനക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ അറിയില്ലേ? ഇത് ഓതിയിട്ട് തടഞ്ഞു. ഇതല്ലാതെ വേറെ ആൾക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റുക? ആളുകൾ ചില പേടിക്കാൻ കാത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് 2 or 3 പരീക്ഷണം തുടർച്ചയായി വന്നാൽ ഉടനെ ചില ആളുകൾ തെറ്റിദ്ധരിക്കുക. എന്നിട്ട് പലപ്പോഴും എന്താ ചെയ്യുക? അവരെ കണ്ണേറാണ്, ഇവർ സിഹർ ചെയ്തതാണ്. ചിലപ്പോൾ അവനിത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഈ തെറ്റായ ധാരണ കാരണം, ഈ സൂഉദ്ദന്ന് കാരണം, മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിക്കുന്നത് കാരണത്താൽ ഇവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റുകാരനായി മാറുകയും ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ആൾ കണ്ണെറിഞ്ഞതെന്ന് വിചാരിക്കുക, കണ്ണെറിഞ്ഞ ആളെ കാട്ടി വലിയ തെറ്റ് ഇവന് വരുത്തിച്ചിട്ടുണ്ടാവും, മോനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നിനക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങുക, റബ്ബിനോട് ദുആ ചെയ്യുക. തൗഹീദുള്ളവർ ധൈര്യമുള്ളവരായിരിക്കണം. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് ഉടനെ പേടിക്കുക എന്നത് അവരുടെ അടയാളത്തിൽപ്പെട്ടതല്ല. അള്ളാഹുവിലുള്ള തവക്കുൽ അവർക്ക് കുറവുണ്ടാകുക എന്നത് ഒരിക്കലും അനുയോജ്യമായ കാര്യമല്ല. തൗഹീദ് പരിശോധിക്കാൻ ഇതല്ലാതെയും വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ
അധികം സമയമെടുക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സുന്നത്തുമായുള്ള ബന്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം എന്താണ്? റസൂലുള്ളാഹിയുടെ സുന്നത്തിനോട് നിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചില ആളുകൾക്കെങ്കിലും ദീൻ എന്നത് അവകാശവാദങ്ങളിൽ മാത്രം ഒതുങ്ങാണ്. അങ്ങനെയാകരുത്. സുന്നത്തുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മളിപ്പോൾ ഇത്രയും കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര സുന്നത്തുകൾ നമ്മുടെ അടുത്ത് നമ്മൾ പുതുതായി അധികരിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ, ദുഹാ നിസ്കാരം. നമ്മൾ ദുഹാ നിസ്കാരത്തെക്കുറിച്ചിട്ട് എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ദുഹാ നിസ്കരിച്ചു? അതുപോലെ തന്നെ എത്ര തവണ നമ്മൾ രാത്രി നിസ്കാരം നടന്നു? അതുപോലെ തന്നെ എത്ര തവണ പിന്നെ ഒരു ഗ്രഹണം ഉണ്ടായപ്പോൾ അതിൻ്റെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു? ഇങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങൾ, അതുപോലെ സുന്നത്തായ നോമ്പുകൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് ധാരാളം തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സുന്നത്താണ് ഈ പറയുന്നത്? അതുപോലെ തന്നെ സദഖകൾ, സുന്നത്തായ സദഖകൾ, സുന്നത്തായ കർമ്മങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, തൊട്ടു മുന്നിൽ വരാനിരിക്കുന്ന റമദാനാണ്. സുന്നത്തുകൾ ശീലമാക്കാനുള്ള ഒരു മദ്രസയാണ് റമദാൻ മാസം. സുന്നത്ത് അധികരിപ്പിക്കാനുള്ള അതിനും ഏറ്റവും നല്ല അവസരമാണ് ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ രണ്ടാമത് പരിശോധിക്കേണ്ട കാര്യം സുന്നത്തുമായുള്ള നമ്മുടെ ബന്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതചര്യ നമ്മൾ എത്രമാത്രം പഠിക്കുകയും എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, സലഫിയത്തുമായുള്ള നമ്മുടെ ബന്ധമാണ്. അത് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ദീൻ, സഹാബികൾ പാലിച്ച ദീൻ, താബിഈങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അതിൽ നമ്മൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ്, അവർ ആ ദീൻ എങ്ങനെയാണ് പാലിച്ചത് അതുപോലെ അത് പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ആ ദീൻ അവരെങ്ങനെയാണ് നമുക്ക് എത്തിച്ചു തന്നത് അതുപോലെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമം നടക്കുന്നുണ്ടോ, അവർ പഠിച്ചതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ടോ? സഹോദര, ഒരു ഐബായ കാര്യമാണ് ഒരാൾ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കേട്ട് ഞാൻ സലഫിയാണെന്ന് പറഞ്ഞെടുക്കുക, എന്നിട്ട് അവൻ ഖുർആൻ എടുത്ത് ഓതിയാൽ അതിൽ മുഴുവൻ അബദ്ധം ഉണ്ടാവാന്നുള്ളതാണ്. ഒരു ഐബാണ്, വളരെ വലിയ ഐബാണ്. പലപ്പോഴും ചില ആൾക്കാർക്ക് നമ്മൾ കാണണം. ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സലഫിയാണെന്നിട്ട് നമ്മൾ കാണാൻ തുടങ്ങി എത്ര വർഷങ്ങളായിട്ടുണ്ടാവും. പക്ഷെ ഖുർആൻ അങ്ങ് എടുത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഓതുന്ന അത്ര പോലും ചിലപ്പോൾ ഓതാൻ അറിയില്ല. എന്നാലോ അതിന് വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇതൊരിക്കലും സലഫിയല്ല. ഇത് സലഫിയത്തുമായി ഒരു ബന്ധമില്ല. നിനക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ കലാം വൃത്തിക്ക് ഓതാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് നീ സലഫിയത്തിൻ്റെ പേര് മോശമാക്കുന്നത്? ഖുർആൻ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിൽ, നീ ഇതുവരെ പഠിക്കുന്നില്ലെങ്കിൽ, അതിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, നമ്മൾ സഹാബത്തിൻ്റെ മാർഗത്തിലാണെന്ന് നമ്മൾ പറയുക, എന്നിട്ട് നമ്മൾ ദീന് പഠിക്കാതിരിക്കുന്നു എങ്കിൽ, ദീനിൻ്റെ പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കാൻ നമുക്കൊരു സ്വഭാവപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ, സഹോദര, ഇത് ഒരു അവകാശവാദം മാത്രമായി മാറും. ഒരു കാര്യമില്ല. നീ സലഫിയാണെന്നല്ല, എന്ത് പേര് നിനക്കിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് ഈ പേരുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് ഉപയോഗപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. ഖുർആൻ ഓതുന്നത് ശരിയായിട്ടില്ല. അതുപോലെ തന്നെ നിസ്കാരം, അതിലുള്ള ദിക്റിൻ്റെ അർത്ഥം ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. ഫാത്തിഹൻ്റെ അർത്ഥം അറിയില്ല. റുക്കൂഇൽ ചൊല്ലുന്ന അർത്ഥം അറിയില്ല. സുജൂദിൽ പ്രാർത്ഥിക്കുന്ന സുബ്ഹാന റബ്ബിയൽ അല, സുബ്ഹാന റബ്ബിയൽ അദീം, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ എന്താ നമ്മൾ സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നൃത്തത്തിൽ എന്താ പറയുക? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താ ഈ പറഞ്ഞ വാക്കുകളുടെയൊക്കെ അർത്ഥം?
ഇത് നമുക്കറിയില്ല. അത്തഹയ്യാത്തുലില്ലാ ഇതിൻ്റെ അർത്ഥം അറിയില്ല. അതൊരു ഹൈബാണ്. ഒരു സെൽഫിയാണെന്ന് പറയുന്ന ഒരാൾക്ക് യോജിച്ചതല്ല ഇതൊന്നും. ഒരിക്കലും അയാൾ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഖേദകരമായ കാര്യം, ആളുകൾ ചിലപ്പോൾ ഇത്തരം അവകാശവാദങ്ങളുടെ പിറകിൽ വല്ലാതെ കൂടും. പക്ഷെ അതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം ഉണ്ടാവില്ല. ഉള്ളു പൊള്ളയായിരിക്കും. കുറച്ചു നേരം വേർതിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല. പക്ഷെ അവകാശവാദങ്ങളിൽ തിരക്ക് കൂട്ടാൻ എല്ലാവരും റെഡിയാണ്. നമ്മൾ സെൽഫിയല്ല, മറ്റോ സെൽഫിയല്ല, ശരിയല്ല. നീ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്രയും കാലമായിട്ട്? ഇത്രയും കാലമല്ലേ നീ പഠിച്ചിട്ട്? നീ ഖുർആൻ ഓതാൻ പഠിച്ചോ? അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ള ദിക്റുകൾ മനസ്സിലാക്കിയോ? വുദൂ മുറിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചോ? നിസ്കാരത്തിൻ്റെ ഷർത്ത് ഏതാണ്, ഫർദ് ഏതാണ് മനസ്സിലാക്കിയോ? ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. നിസ്കാരത്തിൻ്റെ ഷർത്ത് ഏതാണ്, നിസ്കാരത്തിൻ്റെ ഫർദ് ഏതാണ്? ഇത് ഷർത്ത് ഫർദ് എണ്ണി പറയാന്നുള്ളതിനപ്പുറത്ത് ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് ധാരണ ഉണ്ടായിരിക്കണം തൻ്റെ നിസ്കാരം എങ്ങനെ ബാത്തിലാവുക, നിസ്കാരം എപ്പോഴാണ് ശരിയാവുക, നിസ്കാരത്തിൽ എന്തു മറന്നാലാണ് സുജൂദിൻ്റെ സഹുവിൻ്റെ സുജൂദ് വേണ്ടത്, നിസ്കാരത്തിൽ ഏതൊക്കെയാണ് റുക്കിനായിട്ട് വരിക, റുക്കിന് ഒരാൾക്ക് മിസ്സായി കഴിഞ്ഞാൽ ഒരു റക്അത്ത് റുക്കൂ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ആളത് മുസനി. അദ്ദേഹം ഒരിക്കൽ അഖീദയിൽ ആയിട്ട് ബന്ധപ്പെട്ട വളരെ സൂക്ഷ്മമായ ചില വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇമാം ഷാഫിഈയുടെ അടുത്ത് വന്നപ്പോൾ ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് വുദൂവിൻ്റെ ചില നിയമങ്ങളാണ്. മുസനി പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു, ഉത്തരം അറിയില്ല എന്നാണ്. ഇമാം ഷാഫി പറഞ്ഞു 5 നേരത്തെ നിത്യം ചെയ്യേണ്ട നിസ്കാരത്തിൻ്റെ കാര്യം നിനക്കറിയില്ല, പക്ഷെ നീ ചോദിക്കാൻ വന്നിട്ടുള്ള വിഷയം ഇത്ര വലിയ വിഷയമാണ്. ആദ്യം അത് പോയിട്ട് പഠിക്കുക. അദ്ദേഹം പിന്നീട് ഇമാം മുസനി ഷാഫിഈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി മാറിയതാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും ഉപകരിച്ച നസീഹത്തുകളിലൊന്നാണിത്. ആൾക്കാർക്ക് പലർക്കും ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറ്റവും ഉപകരിച്ച നസീഹത്തിൽപ്പെട്ടതായിരുന്നു അത്. ഇന്ന് പലപ്പോഴും ആളുകൾ ഫോണിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ ലജത്ത് ദായിമിനോട് ഫത്വ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ യോഗം കൂടിയിട്ട് ഉത്തരം കൊടുക്കുള്ളൂ. അത്രയും വലിയ വിഷയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത്. അവനവൻ്റെ നിത്യജീവിതത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വുദൂഇൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് യാതൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ആവരുത്. ചെറിയ മക്കളെ നിങ്ങൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് വെറുതെ അവകാശവാദം പറഞ്ഞെടുക്കുന്ന പൊള്ളയായ ആളുകളായി മാറരുത്. പറയുന്നത് അവനവൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവനവൻ്റെ ഇസ്ലാഹ്, അവനവനെ നന്നാക്കുക എന്നുള്ളതിന് കാര്യമായി സമയം കണ്ടെത്തുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വാക്കുകളിലൊന്നാണ്, നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുള്ള പഴഞ്ചൊല്ല് പോലെ പറയുന്ന വാക്കാണ്. പക്ഷേ ഹദീസായിട്ട് പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്. നേർക്കേര ഈ പഴഞ്ചൊല്ല് അതേപോലെ വന്നതല്ല, പക്ഷെ അതേ ആശയം വന്നിട്ടുണ്ട്. അത് ആളുകൾ പറയൂലേ, അവനവൻ്റെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് ആൾക്കാർ കാണും, അവനവൻ്റെ കണ്ണിലെ വിറകുകൊള്ളി വരെ കാണില്ല എന്ന് പറയും. സ്വന്തം ജീവിതത്തിലെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാം. നമ്മൾ പല ആൾക്കാരും നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. നമ്മൾ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്ന ചില തെറ്റുകൾ ഇപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് അറിയുമായിരുന്നെങ്കിൽ നീ ചിലപ്പോൾ കാലാകാലം മരിക്കുന്നവരെ പിന്നെ എന്നിട്ട് മുണ്ടൂലായിരുന്നു. പക്ഷെ നമുക്കറിയാം നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് നമ്മളോടൊരു പ്രശ്നമില്ല, അവനവനോട് നമുക്ക് പ്രശ്നമില്ല. വേറെ ഒരുത്തരെങ്ങാനും അത് നമ്മൾ ചെയ്ത തെറ്റന്നെയിരിക്കും, പക്ഷെ അത് വേറെ ഒരുത്തൻ ചെയ്തത് നമ്മളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവനായിട്ട് നമ്മൾ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കി കളയും. ആളുകൾ പലപ്പോഴും സ്വന്തം കാര്യത്തിൽ പരിശോധനകളിൽ വളരെ മയം കാണിച്ചാണ്, വേറുള്ളവനെ നന്നാക്കാനുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാം. നമ്മൾ വെറുതെ ഇത് പറഞ്ഞെടുക്കുന്ന ആൾക്കാരായി മാറരുത്. സഹോദരൻ, നമ്മൾ സലഫിയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കണ്ടേ? ഖുർആൻ ഓതാൻ പഠിക്കണം, അതേപോലെ തന്നെ നിസ്കാരം നന്നപോലെ പഠിക്കണം. എനിക്കറിയാം ഒരാൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ക്ലാസ് എടുക്കലൊക്കെ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ കാണുന്നു. നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തെ മോശം പറയല്ല, എനിക്ക് പേര് പറയില്ല.
ഒരിക്കൽ അദ്ദേഹം വർഷങ്ങളെ നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഏതോ ഒരു റമദാനിന് മുൻപ് അദ്ദേഹം എന്നോട് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയങ്ങളോട് ചോദിക്കും. എനിക്ക് ഉറപ്പാണ് കുഴപ്പമൊന്നുമില്ലാന്ന്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് വെറുതെ ഒന്ന് ഒരു ഉറപ്പിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഞാൻ കാലങ്ങളായിട്ട് റമദാൻ മാസത്തിൽ അത്താഴം കഴിക്കാൻ സുബഹി ബാങ്കിന് മുൻപ് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്, അത് ഫജറിന് ശേഷമാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് നോമ്പ് വെക്കാറുള്ളത്. അതിൽ കുഴപ്പമില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ വെറുതെ ഉറപ്പിന് വേണ്ടി നിങ്ങളോട് ചോദിച്ചാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്രയോ കൊല്ലമായിട്ട് ഉപരി നോമ്പ് വെക്കണം. അങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞേ. സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കും, അത്താഴം കഴിക്കും. എല്ലാ ദിവസവും ഇല്ല. സുബഹി ബാങ്കിന് മുൻപ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള അത്താഴം കഴിക്കൽ വാജിബാന്നാണ്. ഞാൻ അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരു ചോദ്യം, നമ്മൾ നമ്മുടെ ഇബാദത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. വേറൊരിക്കലും ഒരാൾ ഇതേപോലെ തന്നെ അദ്ദേഹം കുറച്ച് പഠിക്കുന്നത് നമുക്ക് തോന്നിച്ചൊരാൾ. അദ്ദേഹം നിസ്കരിക്കാൻ വന്നപ്പോൾ ഒരു ദൂരത്തു നിന്നാണ് നടന്നു വന്ന് നിസ്കരിക്കാൻ വന്നു. നിസ്കരിക്കാൻ വന്നപ്പോൾ ബാങ്ക് തക്ബീർ വെട്ടിയത് മുതൽ അദ്ദേഹം ഇരുന്നിട്ട് നിസ്കരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ ഇത്തിരി നടന്നു വന്നിട്ട്, അല്ല ചെറിയ മുട്ടിന് ചെറിയ പ്രയാസമുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് നിസ്കരിക്കലും. ഫർദ് നിസ്കാരേ ഇത്രയും ദൂരം നടന്നു വരാനും വേണമെങ്കിൽ കുറേ നേരം നിന്ന് പ്രസംഗിക്കാൻ പോലും കുഴപ്പമില്ല. പ്രസംഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗിക്കാനാണ്. പക്ഷേ നിസ്കരിക്കാൻ മാത്രം നിൽക്കുന്നില്ല. അപ്പോൾ ഒരു വിചാരിച്ചിട്ട് എന്താ വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനാണ്. നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ള റുക്കിനാണ്. ഒരാൾ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിലോ എന്താ അവൻ്റെ വിധി? നിസ്കാരം ബാത്തിലാണ്. പക്ഷേ അത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ആളുകൾ കുറവ് വരുത്താണ്, പഠിക്കൂല. നമ്മൾ സെൽഫിയാണെന്ന് പറയുകയും ആളുകൾ പലപ്പോഴും അതേപോലെ പഠിക്കുന്ന വിഷയങ്ങൾ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ പറയും നമുക്ക് കുറച്ച് തെസ്കിയത്തുള്ള വിഷയമാണ് കിട്ടേണ്ടത്. എന്ത് തെസ്കിയത്ത് എന്ന് പറഞ്ഞാൽ, തെസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ദീന് നല്ല പഠിക്കലാണ്. അതാണ് തെസ്കിയത്ത്. പലപ്പോഴും ആളുകൾ ക്ലാസ്സിന് വിളിച്ചാൽ പറയാം തെസ്കിയത്തുള്ള വിഷയമാണ്. തെസ്കിയത്ത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരിക്കൽ ഇമാം അഹമ്മദിനോടോ മറ്റോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജീവിത വിരക്തിയെക്കുറിച്ചിട്ട് ഒരു കിതാബ് എഴുതണം, സുഹദിനെ കുറിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ കച്ചവടത്തിൻ്റെ വിധിവിലക്കുകൾ പറയുന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. കച്ചവടത്തിൻ്റെ വിധിവിലക്ക് എഴുതിയ കിതാബ് എങ്ങനെ ജീവിത വിരക്തിയുടെ കിതാബാവുന്നത്? ഹലാൽ ഹറാമുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിത വിരക്തി എന്ന് അറിയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിരക്തി ശരിയാവുന്നത് എപ്പോഴാണ്? അവന് ഹലാലും ഹറാമും നന്നായി പഠിക്കുമ്പോഴാണ്. ആളുകൾക്ക് ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിക്കാൻ, ഇങ്ങനത്തെ കാര്യത്തിൽ പഠിക്കാൻ ഭയങ്കര മടിയാണ്. റമദാൻ അടുത്തു, എന്തൊക്കെ ചെയ്താൽ നോമ്പ് മുറിയും, എങ്ങനെ നോമ്പ് നോക്കേണ്ടത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ശരിക്ക് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കല്യാണം കഴിച്ച് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാഗമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ വേറെ ഉണ്ടാവും. അതും മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകളെങ്കിലും ഹൈദു നിഫാസും അവസാനിക്കാനുള്ള ദിവസങ്ങളായി കഴിഞ്ഞാൽ ഒരു വലിയ അലസത കാണിക്കും. സുബഹിൻ്റെ മുൻപ് ശുദ്ധിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ അവരുടെ മേൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? സുബഹിന് മുൻപ് ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കൽ അനുവദനീയമാണ്. അനുവദനീയാന്നല്ല, നിർബന്ധമാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന എപ്പോഴായിരിക്കും? ഫജറിന് ശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ നോക്കിയപ്പോൾ ശുദ്ധിയായിട്ടുണ്ട്. അന്നത്തെ നോമ്പ് ശരിയാവോ? എന്തുകൊണ്ട് ശരിയാവില്ല? എന്താ പ്രശ്നം? നീയത്തില്ല. എപ്പോൾ നീയത്ത് വെക്കേണ്ടത്? മിനിമം എപ്പോൾ വെച്ചിരിക്കണം? ഫജർ ബാങ്ക് കൊടുക്കുന്നതിന്, അതായത് ഫജർ ആവുന്നതിന് മുൻപ് നീയത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഫജറിന് ശേഷമാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നത്തെ നീയത്തില്ല.
അപ്പം അന്നത്തെ നോമ്പ് ശരിയാവില്ല. അപ്പം എന്ത് ചെയ്യണം? ഫജറിന് മുൻപ് എണീച്ചിട്ട് പരിശോധിക്കണം ശുദ്ധിയായിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ വിധിവിലക്കുകളുടെ കാര്യത്തിൽ ഇതേപോലെ ഒരാൾ യൂണിവേഴ്സിറ്റി സ്ഥലത്ത്, യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ ഒരിക്കണ്ട് കോഴിക്കോട് വന്നിട്ട് ദുഹറും അസറും ജമ്മും കസറാക്കി നിസ്കരിക്കണം. അപ്പോൾ ഇതല്ല നിങ്ങൾ ഇത്രയും ചെറിയ യൂണിവേഴ്സിറ്റി ഒക്കെ അറിയില്ലേ? യൂണിവേഴ്സിറ്റി കോഴിക്കോട് തമ്മിൽ എത്ര ദൂരമുണ്ട്? ഒരു ചെറിയ ദൂരമുള്ളൂ. ആളുകൾ വിധിവിലക്കുകൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണിത്. അവനവൻ്റെ ഇബാദത്തുകൾ നശിപ്പിക്കാന്നുള്ളത്. ഒരാൾ സലഫിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഇബാദത്തുകൾ അവൻ ആദ്യം പഠിക്കട്ടെ. അത് പഠിക്കുന്നതിൽ ഒരാൾ കുറവ് വരുത്തുന്നുണ്ട് എങ്കിൽ നിസ്കരിക്കാൻ എത്ര സമയമായില്ലേ? ഇപ്പം ഇറങ്ങണ്ടേ? അത് ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് സഹോദരങ്ങളെ. നമ്മൾ പറച്ചിൽ മാത്രമാവുന്ന അവസ്ഥ നമുക്കുണ്ടാകും. നമ്മുടെ കാര്യങ്ങൾ പറച്ചിൽ മാത്രമാവും. ഈ പറഞ്ഞത് ആരെയും ആക്ഷേപിക്കാനും മോശമാക്കാനും നല്ല. നമ്മളെ തന്നെ പരിശോധിക്കണം. അവനവൻ്റെ രഹസ്യവും പരസ്യവും എങ്ങനെയാണ് അല്ലേ? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, അവർ പരസ്പരം നൽകിയിരുന്ന വസിയ്യത്തുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു. ആരെങ്കിലും ഒരാൾ തൻ്റെ രഹസ്യം നന്നാക്കിയാൽ അള്ളാഹു അവൻ്റെ പരസ്യവും നന്നാക്കുന്നത്. പറച്ചിൽ മാത്രം ആവുക എന്ന് നമുക്കാവരുത്. നമ്മൾ പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, കഴിവിൻ്റെ പരമാവധി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله وسلم بارك على نبينا محمد وعلى اله وصحبه وسلم.